ഭാഗം 29. നിങ്ങളെങ്ങനെ എൻ്റെ അഹങ്കാരം കുറയ്ക്കുമെന്നാണ്? നിന്നെ പ്രേമിച്ചുകൊണ്ട് കണ്ണിറുക്കി അവളുടെ കവിളിൽ വീശിയുരുമി പറഞ്ഞുകൊണ്ട് പിന്മാറുന്നവനെ ശക്തി അതിശയത്തിൽ നോക്കിപ്പോയി. ഇങ്ങനെയും സംസാരിക്കാൻ അറിയാമോ എന്ന പോലെ. ഞാൻ നിന്റെ ആദ്യത്തെ പ്രണയമല്ലേ? ഇപ്പോഴാണെങ്കിൽ വീരഭദ്രസേനന്റെ താലിയുടെ അവകാശിയും. അങ്ങനെ വരുമ്പോൾ നിന്നെ പ്രേമിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അവൻ്റെ പുതിയ ഭാവത്തിലത്ര വിശ്വാസം വരാത്തതുപോലെ ശക്തി അവനെ തള്ളിമാറ്റി മുന്നോട്ട് നടന്നു. അവളെ നോക്കി നിന്നതുപോലെ ദേവകി എവിടെ നിന്നോ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ സഹായിക്കാൻ ആരുമില്ല. നീ കെട്ടിയൊരുങ്ങി നടക്കാതെ അങ്ങോട്ട് വന്നേ. രാത്രി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ശക്തി വീരനെ നോക്കിയപ്പോൾ അവനത് കേൾക്കാത്തതുപോലെയാണ് നിൽക്കുന്നത്. ദേവകിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ ഉത്സാഹവും കൂടി. എടി പെണ്ണേ, നിന്നോടാ പറഞ്ഞത്. എനിക്കൊരു പേരുണ്ട്, ശക്തിശ്രീ. അങ്ങനെ വിളിക്കാം. പിന്നെ എന്നോട് ആജ്ഞാപിക്കാൻ നിങ്ങളാരാണ്? പാലാഴിയിലെ അടിച്ചുതളിക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ കാര്യമായിട്ടാണ് പറയുന്നതെങ്കിൽ എന്നെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊപ്പം ഇവിടെ മറ്റൊരു പുതുപ്പെണ്ണു കൂടി ഉണ്ടല്ലോ. എന്നോട് സംസാരിച്ച അതേ രീതിയിൽ അവളോടും കൂടി അവതരിപ്പിച്ചിട്ട് വാ. ശക്തിയുടെ പരിഹാസം ദേവകിക്ക് മനസ്സിലായി. അവർ വീരനെ നോക്കിയപ്പോൾ അവൻ ഇപ്പോഴും താൻ ഈ നാട്ടുകാരനല്ലെന്നതുപോലെയാണ് നിൽപ്പ്. അല്ലു പറഞ്ഞതുപോലെ ശക്തിയെ തന്റെ വരുതിയിൽ എത്തിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് അവർക്കപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ഈ തറവാട്ടിലെ പേരക്കുട്ടിയാണ്, നിന്നെ പോലെയല്ല. അതെ, എന്നെ പോലെയല്ല. പക്ഷേ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, നിങ്ങളെപ്പോലെ ജോലിക്കാരിയല്ല. അതുകൊണ്ട് എന്നോട് ഓർഡർ ചെയ്യാൻ നിങ്ങൾ ആളല്ല. അതും ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് എന്നെ ഭരിക്കാൻ തോന്നിയെങ്കിൽ അതത്ര നല്ല ശീലമല്ലല്ലോ. എന്നെ സംബന്ധിച്ച് ദേവകി എന്ന നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാണ്. നിങ്ങളെ അനുസരിക്കേണ്ടതും ഭയക്കേണ്ടതുമായ കാര്യം എനിക്കില്ല. ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് അടുക്കള ജോലി മോശമാണെന്നല്ല കേട്ടോ. ഇവിടേക്ക് വരുന്നത് വരെ ഭദ്രേട്ടന് എൻ്റെ കൈകൊണ്ട് വെച്ചു വിളമ്പി കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ വ്യക്തിയാണ് ഞാൻ. ഒരു ജോലിയും ചെയ്യാൻ മടിയില്ല. എന്നാൽ ഞാൻ മറ്റൊരാളുടെ അടിമയായി നിൽക്കില്ലെന്നു മാത്രം. എന്നോടൊരാൾ ആജ്ഞാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്നേഹം കൊണ്ടുള്ള വിധേയത്വത്തിൽ ഞാൻ എന്തും ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയും അനുസരിപ്പിക്കാമെന്ന് കരുതരുത്. അല്ലെങ്കിലും തലയിരിക്കുമ്പോൾ വാലാടുന്നത് നല്ലതല്ല. പാലാഴിയിൽ ഭദ്രയുടെ സ്ഥാനം അവർക്കറിയില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കി പെരുമാറാനുള്ള വിവേകമുണ്ടാകുന്നത് നല്ലതാണ്. അടുക്കളക്കാരി വീട്ടുകാരി ചമയുമ്പോൾ അത് എന്നോട് വേണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണം ശരിയാണെന്ന് അച്ചമ്മ പറയട്ടെ. വേറെ ആർക്കും ഇവിടെ നാവില്ലല്ലോ. ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ കവിളിൽ നെല്ലിക്കയുണ്ടാക്കി കളിക്കുന്ന വീരനെ നോക്കി ദേഷ്യത്തിൽ ശക്തി പറഞ്ഞു നിർത്തി. പ്രസേനേട്ടാ, കേൾക്കുന്നില്ലേ എന്നെ പറയുന്നത്? ഭദ്ര പോലും എന്നെ ബഹുമാനിക്കുമ്പോഴാണ് ഈ പെണ്ണെന്നെ മര്യാദ പഠിപ്പിക്കുന്നത്. അതും ഇന്ന് വന്ന് കയറിയപ്പോൾ തന്നെ. അവിടേക്ക് വന്ന പ്രസേനനെ കണ്ട് ദേവകി നിന്ന് മെഴുകി. എന്താ വീര കാര്യം? ശക്തിയെ ചോദ്യം ചെയ്യുകയാണെന്ന് തോന്നൽ ഒഴിവാക്കാൻ അയാൾ വീരനോടാണ് ചോദിച്ചത്. എനിക്കറിയില്ല, അവൻ അലക്ഷ്യമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ശക്തിയുടെ മുഖം വീർത്തു. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞുപോയി. ശക്തിക്ക് വേണ്ടി വീരൻ സംസാരിക്കുമെന്ന് കരുതിയ പ്രസേനന്റെ മുഖവും മങ്ങി. ദേവകിക്കാണെങ്കിൽ രണ്ടും രണ്ട് ധ്രുവത്തിലാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചതിന്റെ സന്തോഷവും. ഒടുവിൽ അയാളുടെ നോട്ടം ശക്തിയിൽ എത്തി നിന്നു. എടുത്തു പറയത്തക്ക പ്രശ്നമൊന്നുമില്ല, എന്നാൽ ഇല്ലാതെയുമില്ല. പാലാഴിയിൽ പ്രസേനന്റെ ഭാര്യ ഭദ്രയ്ക്ക് മുകളിലാണ് സ്വന്തം സ്ഥാനമെന്ന വിചാരത്തിൽ എന്നോട് ഇടപെടാൻ വരരുതെന്ന് ഇവരോട് പറയണം ഭദ്രേട്ടന്റെ അച്ഛ. ഇവിടുത്തെ അച്ഛമ്മ ദേവകി എന്ന സ്ത്രീ ജോലിക്കാരിയാണെന്ന് തന്നെയാണ് പരിചയപ്പെടുത്തി കേട്ടത്. വീരനെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് പ്രസേനനോട് അത്രയും പറഞ്ഞിട്ട് സ്റ്റെയർ കയറിയവൾക്ക് പിന്നാലെ അവനും കയറി. ഉള്ളം കൊണ്ട് അയാൾ അവളെ അഭിനന്ദിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനോട് വരെയുള്ള അവളുടെ ധിക്കാരം കേട്ടില്ലേ എന്നുള്ള ദേവകിയുടെ ചോദ്യത്തിനെ അയാൾ തഴഞ്ഞു വിട്ടു. നിനക്കെന്നും പരാതികളാണല്ലോ ദേവകി.
ഭദ്രയോട് കാണിക്കുന്നത് പോലെ ഇവിടുത്തെ മരുമക്കളോട് കാണിക്കാൻ നിൽക്കരുത്. ഞാൻ മാത്രമേ നിന്നെ സഹോദരിയായി കണ്ട് സംരക്ഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് മുന്നിൽ നിന്റെ സ്ഥാനം നീ തന്നെ മനസ്സിലാക്കി പെരുമാറണം. ആദ്യമായിട്ടാണ് പ്രസേനൻ ദേവകിയോട് അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയേറ്റതുപോലെ അവരുടെ മുഖം വിളറിപ്പോയി. ആ പകയും കൂടി അവർക്ക് തോന്നിയത് ശക്തിയോടാണ്. പടികൾ കയറി മുകളിൽ ചെന്നതും ശക്തി വീരന് നേരെ തിരിഞ്ഞു. ഇങ്ങനെയാണോ നിങ്ങൾ എന്റെ അഹങ്കാരം തീർക്കാൻ പ്രേമിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞത്? ആണെങ്കിൽ ഇത്തരം പരിഗണനകൾ എനിക്ക് ആവശ്യമില്ല. നിങ്ങളോട് യാതൊരു പ്രേമവുമില്ലാതെ കൂടെ കഴിഞ്ഞവരെ പോലെ എന്നെ അളക്കരുത്. നിന്റെ ഉദാത്തമായ പ്രണയത്തെക്കുറിച്ച് പറയുകയാണോ? ഒരിക്കലുമല്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ യഥാർത്ഥ പ്രണയം ഞാനും നിങ്ങളും തമ്മിൽ പിരിഞ്ഞതുകൊണ്ടോ നിങ്ങൾ എന്നെ മറന്നതുകൊണ്ടോ അവസാനിച്ചു പോകുന്നതുമല്ല. ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പാർവതിയിൽ നിന്ന് അനുവിലേക്കും അവരിൽ നിന്ന് മറ്റു പലരിലേക്കും തിരിയില്ലായിരുന്നു. വീരന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു. അതിന്റെ മാറ്റം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അസംതൃപ്തി നിറഞ്ഞ വേശ്യയുടെ ആലസ്യത്തിൽ നിന്ന് വേഗത്തിൽ പുറത്തു കടന്ന 2 ജോഡി കണ്ണുകൾ അവരിൽ പതിഞ്ഞു. ഇരുവരിലും പുഞ്ചിരി നിറഞ്ഞു. മുകളിൽ നിന്നുള്ള സംസാരം ശ്രവിച്ചുകൊണ്ട് പടികൾ കയറി വന്ന 2 മുഖങ്ങൾ കൂടി വീരന് വ്യക്തമായി. അല്ലുവും ദേവകിയും. കാഴ്ച കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വീരൻ ശക്തിയെ അവന്റെ മുറിയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് വാതിൽ പാതി മാത്രം ചാരി. മുറിയിൽ കടന്ന നിമിഷം വീരന്റെ ഭാവം മാറി. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. എന്ത് ധൈര്യമുണ്ടായിട്ടാടി നീ എന്നെ ചോദ്യം ചെയ്യുന്നത്? കൂടെ കഴിഞ്ഞതിന്റെ പേരിൽ നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ ക്ഷമിച്ചെന്ന് കരുതിയോ? ആഹ് വിട്. വേദനയെടുത്ത് ശക്തി കുതറി. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? കുറച്ചു മുന്നേ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അതേടി, എനിക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണല്ലോ നിന്നോടുള്ള സ്നേഹവും കുറ്റബോധവും നിറഞ്ഞപ്പോൾ നീ എഴുതി കൂട്ടി എനിക്ക് വായിക്കാൻ നൽകിയ ഈ കോപ്പ് ബാഗിലെടുത്ത് വെച്ചത്. കയ്യിൽ തടഞ്ഞ ഡയറി വീരൻ ശക്തിക്ക് നേരെ വലിച്ചെറിഞ്ഞു. നിന്നേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണിനെ സ്വപ്നം കണ്ട് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന എന്നെയാണ് നീ കുടുക്കിക്കളഞ്ഞത്. ആ സുന്ദരി എന്ന പരാമർശം ലക്ഷ്മിക്ക് സുഖിച്ചു. അവൾ തലയുയർത്തി ജിനുവിനെ നോക്കി. എന്റെ സൗന്ദര്യത്തിൽ നിന്റെ ചേട്ടനും വീണു പോയിരുന്നുവെന്ന ഭാവത്തോടെ. സൗന്ദര്യത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് തിരിച്ചറിഞ്ഞവന്റെ നിസ്സംഗത അവനിൽ ഉണ്ടായിരുന്നു. വീരൻ അവർക്ക് മുമ്പിൽ തങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയായിരുന്നു. ശക്തിക്കാകെ നിലതെറ്റിപ്പോയി. ആര് കുടുക്കിയെന്നാണ് ഭദ്രേട്ടാ? ഞാൻ നിങ്ങളെ കുടുക്കിയിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് നിങ്ങൾ തയ്യാറായപ്പോൾ തന്നെ അതിന് ശ്രമിക്കുമായിരുന്നില്ലേ? കുറച്ചുകാലം ഒരുമിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾക്കുള്ളിൽ എന്നോടുള്ള പ്രണയം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചു പോയ വിഡ്ഢിയാണ് ഞാൻ. ഇനിയും അതേ വിഡ്ഢിത്തം തന്നെ ഞാൻ തുടർന്നു പോകും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. പറഞ്ഞു വരുമ്പോൾ എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെയോ? ആ ചോദ്യം ചെയ്യൽ മാത്രം വീരൻ ഇഷ്ടമായില്ല. പല ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ കലഹം അവൻ അറിയാതെ തന്നെ മുറുകി. ദേഷ്യം അവന്റെ വിവേകത്തെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഇന്നോളം ശക്തി കണ്ടിട്ടില്ലാത്ത മറ്റൊരു വീരൻ അവനിൽ ഉണർന്നിരുന്നു. അതേടി, ഞാൻ പലരുടെ ഒപ്പം കഴിഞ്ഞിട്ടുണ്ട്. അതെന്റെ മിടുക്ക്. അങ്ങനെ വന്ന പലരിൽ ഒരുത്തി തന്നെയല്ലേ നീ. എന്റെ കൂടെ കഴിഞ്ഞവരെ പോലെ നീയുമുള്ളൂ. അല്ലാതെ നീ എനിക്ക് ആരുമല്ല, ഇനി ആവുകയുമില്ല. അവരിൽ നിന്നും കൂടുതലായി നിനക്കൊരു കോപ്പുമില്ല. കുറവുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. കുറവുകൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ താലി കെട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ നിങ്ങളോട് യാചിച്ചതുമില്ല. എനിക്ക് മുമ്പേ നിങ്ങൾക്കൊപ്പം കഴിഞ്ഞ വേറെയും ചിലരുണ്ടായിരുന്നു. അവരെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നല്ലോ. കൂടെ നിന്ന് ചതിച്ചിട്ട് പതിവ്രത ചമയുന്നോടി. മോളെ. ഒരൊറ്റ വലിക്ക് അവൻ അവളുടെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിച്ചു. മുമ്പേ പൊട്ടിച്ചെറിയാൻ വേണ്ടി നിന്നത് ദേഷ്യത്തോടെയാണെങ്കിലും ആ നിമിഷം നടന്നിരുന്നു. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു പോയി. കഴുത്തിലേക്ക് ചേർത്ത ദിവസം തന്നെ 2 വട്ടം പൊട്ടി വീണ താലി അവളെ തകർത്ത് കളഞ്ഞിരുന്നു. ഇതാണോ ഞാൻ ആഗ്രഹിച്ച ജീവിതം? ഇതായിരുന്നോ ഞാൻ സ്നേഹിച്ച വ്യക്തി? ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുമിക്കേണ്ടിയിരുന്നില്ല ഭദ്രേട്ടാ. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി നിന്നുപോയി. ശക്തി വേദനയാൽ പിടയുന്നത് കാണാൻ വയ്യാതെ വീരൻ തിരിഞ്ഞു നിന്നു. അപ്പോൾ മാത്രമാണ് തന്റെ ദേഷ്യം അതിരുവിട്ടതവൻ മനസ്സിലാക്കിയത് പോലും. എങ്കിലും
താൻ പൊട്ടിച്ചെറിഞ്ഞ താലി ഒളിച്ചു നോക്കിയവർക്കും വിരുന്ന് നൽകിയിട്ടുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. എത്തേണ്ടുന്നിടത്ത് കാര്യങ്ങൾ എത്തുമെന്നും അവൻ ഉറപ്പായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം തന്നെ അശുഭമായ അനുഭവങ്ങളിലൂടെ നടന്നു കയറി ഉടഞ്ഞുപോയൊരു ഹൃദയത്തെ അവൻ പിന്നെയും ആർക്കോ വേണ്ടി എന്ന പോലെ ഞെരിച്ചുടച്ചു. ഇക്കുറി അവന്റെ വാക്കുകളിൽ സങ്കടം നേളിച്ചത് അവൾ അറിഞ്ഞില്ല. അവനിലെ ലക്ഷ്യങ്ങളെ അറിയാത്ത അവൾക്കെങ്ങനെ അവന്റെ പ്രകടനം അഭിനയമാണെന്ന് മനസ്സിലാകും? അവനപ്പോൾ സംഹാരരുദ്രന്റെ ഭാവമായിരുന്നു. ചതിക്കപ്പെട്ടവന്റെ നോവിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വെമ്പുന്നവന്റെ തിടുക്കമായിരുന്നു. നിങ്ങളോടുള്ള പ്രണയമായിരുന്നു എൻ്റെ ജീവിതം. അതുകൊണ്ട് മാത്രമാകും നിങ്ങളായി പൊട്ടിച്ചെറിഞ്ഞ ഈ താലി എന്നെ പരിധിയിൽ കൂടുതൽ നോവിക്കാത്തത്. ഈ താലി ഇല്ലാതെ തന്നെ കൂടെ കഴിഞ്ഞവൾക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയുന്ന കാലം വരെ, അല്ലെങ്കിൽ എനിക്കും അടുക്കുന്നത് വരെ തുടരാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. ശക്തി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൻ പൊട്ടിച്ചെറിഞ്ഞ താലി ആ കൈവെള്ളയിൽ തന്നെ ചേർത്ത് വെച്ചു. എനിക്കറിയാം, ഭദ്രേട്ടൻ ഒരിക്കൽ ഈ താലി നൽകാൻ ആഗ്രഹിച്ച പെൺകുട്ടി അനുഗ്രഹയായിരുന്നുവെന്ന്. അതിനുശേഷം അഷ്ടലക്ഷ്മിയും. വിധി എന്നിലേക്ക് ചേർത്ത് വെച്ചെങ്കിലും ഒരു രാത്രി പോലും അണിഞ്ഞു നടക്കാൻ യോഗമില്ലെന്ന് വെളിപ്പെടുത്തിയതിൽ ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. കുറച്ചു മുന്നേ നടന്ന നമ്മുടെ നല്ല നിമിഷങ്ങളിൽ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയിരുന്നു. അതെല്ലാം അതിമോഹമാണെന്ന് ഓർമ്മപ്പെടുത്തിയതിൽ നന്ദിയുണ്ട്. ശക്തി വീരന് നേരെ കൈകൾ കൂപ്പി. കൂടുതൽ അവളെ കേട്ടു നിൽക്കാതെ വാതിൽ വലിച്ചടച്ചവൻ പുറത്തേക്ക് പോകുമ്പോൾ ശക്തമായി തന്നെ അവനോട് സംസാരിച്ചെങ്കിലും അവൾ നന്നെ തളർന്നു പോയിരുന്നു. വഴക്ക് മുറുകി നിന്നത് ദേവകി തിടുക്കത്തിൽ ജാനകിയെ ഉൾപ്പെടെ അറിയിച്ചെങ്കിലും അവർക്കിടയിൽ ആരും കൈകടത്തേണ്ടതില്ലെന്ന് ജാനകി ശക്തമായി പറഞ്ഞിരുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ അവിടെ യാതൊന്നും നടക്കാതെ പോയതിൽ ദേവകി നിരാശ പൂണ്ടെങ്കിലും ജീവനത്തിൽ ലൈവ് കമന്ററി നൽകാൻ അവർ മടിച്ചിരുന്നില്ല. സത്യമാണോ ആന്റി? എന്റെ സേനൻ ആ താലി വലിച്ചു പൊട്ടിച്ചോ? അനുഗ്രഹ അവിശ്വസനീയതയോടെ ചോദിച്ചുപോയി. തുടരും.